ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എച്ചുപുണ്ടായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലേ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. പക്ഷേ ഇതിന് പ്രത്യേകത ഉണ്ട്. NCERT വെട്ടിക്കളയുകയും എന്നാൽ SCERT ഇപ്പോഴും നിലനിർത്തുന്ന ഈ ചാപ്റ്റർ എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യം. ആ ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. ഒന്നുകിൽ പരീക്ഷയ്ക്ക് ഈ രണ്ട് ചോദ്യം സെപ്പറേറ്റ് ആയിട്ട് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതായത് കോസസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചോദിക്കും. ഇതിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 4 മാർക്കിന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 മോഡൽ എക്സാം നോക്കിയാൽ പോലും നിങ്ങൾക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിനുണ്ടെന്നുള്ളത്. അപ്പോൾ 4 മാർക്കിന് ചോദിക്കാവുന്ന ഈ ചോദ്യത്തിന് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് എഴുതേണ്ടത്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തല്ല, വെറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയോ വസ്ത്രം കിട്ടാത്ത അവസ്ഥയോ ഒന്നുമല്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഏറ്റവും ആദ്യമായിട്ട് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബേസിക് നീഡ്സ് എന്ന് പറയും അല്ലേ. ബേസിക് നീഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയാറുണ്ട്. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. ഓക്കെ, ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കിട്ടാതിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന പോവർട്ടി. അപ്പോൾ ഒരു വ്യക്തിക്ക് അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല, വസ്ത്രമില്ല, വെള്ളമില്ല, പാർപ്പിടമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, അതേപോലെ തന്നെ ഹെൽത്ത് ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ എന്താണ്, അയാൾക്ക് പോവർട്ടി ഉണ്ട് നമുക്ക് പറയാം. അപ്പോൾ പോവർട്ടിയുടെ കാരണങ്ങൾ പരീക്ഷ വയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ സിറ്റുവേഷൻ, വെള്ളമില്ലാത്ത അവസ്ഥയും വസ്ത്രമില്ലാത്ത അവസ്ഥയും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ എങ്ങനെയാണെന്ന് ആലോചിക്കുക, ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് ഒരു കാണാപ്പാടം പഠിക്കാൻ നിങ്ങൾക്ക് ജനറലി ജസ്റ്റ് ഒരു ലോജിക്ക് വെച്ച് കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് ഈ പറഞ്ഞ പോവർട്ടിയുടെ കാരണങ്ങൾ. ഓക്കെ, 4 മാർക്കിനാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പോവർട്ടി അലീവേഷൻ പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവന്ന പോളിസികൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ ചോദിക്കും. ഇനി ഈ ചോദ്യം ഇങ്ങനെയല്ലെങ്കിൽ എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഈ പോവർട്ടി അലീവേഷന് വേണ്ടി കൊണ്ടുവന്നുള്ള അപ്രോച്ചസ് അഥവാ തലങ്ങളുണ്ട്. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ വിവിധ തരം തലങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ 3 തലങ്ങൾ ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ലൈവ് അല്ലേ, ഇന്ത്യൻ എക്കോണമിയുടെ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ടായിരുന്നു. +1 എക്കണോമിക്സിൻ്റെ റിവിഷൻ ആയിരുന്നു. നിങ്ങൾ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് അഥവാ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ലൈവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 3.5 hours വരുന്നുണ്ട് നമ്മുടെ കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമി കേട്ടോ. അപ്പോൾ പറഞ്ഞില്ലാന്ന് വേണ്ട, കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തില്ല, സ്റ്റാറ്റി അതിലില്ല. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമി നിങ്ങൾ മനസ്സിലാക്കാം. ഈ കംപ്ലീറ്റ് ഇന്ത്യൻ എക്കോണമി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോളൂ, ഒന്നാമത്തതായിട്ട് കാരണങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കുറച്ചെണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കലി ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നോക്കിക്കോളൂ, ആദ്യമായിട്ട് പഠിക്കേണ്ടത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ അയാൾക്ക് ജോലി കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ലോ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനം അല്ലേ. ഒരു വ്യക്തിക്ക് വരുമാനമില്ലാത്ത അവസ്ഥയെ നമുക്ക് ലോ ഇൻകം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ താഴ്ന്ന വരുമാനം. എങ്ങനെ ജോലി ഉണ്ടെങ്കിലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കുക, തൊഴിലില്ലായ്മ കാരണം എന്ത് ചെയ്യും, ഒരു വ്യക്തിക്ക് വരുമാനം കുറയും അല്ലേ. വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടാവും, ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹയർ ലെവൽ ഓഫ് ലിറ്ററസി. ഹയർ ലെവൽ ലിറ്ററസി എന്നല്ല, അവിടെ വാക്ക് ശ്രദ്ധിക്കണം. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താ, നിരക്ഷരത. എന്താണ് നിരക്ഷരത എന്ന് പറഞ്ഞാൽ, നിരക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, ഈ എഴുതാനും വായിക്കാനും കഴിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിനെ അത് മനസ്സിലാക്കാനും കൂടി കഴിയുമ്പോഴാണ് സാക്ഷരത എന്ന് പറയുന്നത്. ഒരു ഭാഷയിൽ ഒരു പാരഗ്രാഫ് എഴുതാനും അത് വായിക്കാനും അത് മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ നമ്മൾ പറയുന്നത് സാക്ഷരത എന്ന് പറയും. അപ്പോൾ അതില്ലാത്തൊരവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക, അഥവാ നിരക്ഷരത എന്തായിരിക്കും, ഇവരുടെ ഇടയിൽ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർക്ക് ഈ നിരക്ഷരത വരാൻ എന്താ കാരണം, പട്ടിണി കിടക്കുന്ന മനുഷ്യന് ഒരിക്കലും എന്ത് ചെയ്യണമെന്നില്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്നില്ല. ഭക്ഷണം കിട്ടി വിശപ്പ് മാറിക്കഴിഞ്ഞാലേ അയാൾ എന്ത് ചെയ്യുള്ളൂ, വിദ്യാഭ്യാസത്തിനുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി എന്തിനാ കൊണ്ടുവന്നേ, സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ കേട്ടാവും ICDS എന്ന് പറഞ്ഞ പദ്ധതി, അംഗനവാടിയിൽ കുട്ടികൾക്ക് പോഷകാഹാരവും ഭക്ഷണവും നൽകുന്നുണ്ട്, വസ്ത്രമല്ല ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ അംഗനവാടി കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടിക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്നത് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. എന്താ കാരണം, ഈ പറയുന്ന ഭക്ഷണം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കാൻ സ്കൂളിലേക്ക് വരും. അപ്പോൾ ഈ നിരക്ഷരത ഒഴിവാക്കാം. നിരക്ഷരത ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ പോവർട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും നമുക്ക് ഒഴിവാക്കാം. അതെങ്ങനെയാണ്, അവർക്ക് മെച്ചപ്പെട്ട ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ. വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് നല്ല ജോലി കിട്ടില്ലേ, അതാണ് അതിൻ്റെ ലോജിക്. ഇനി നാലാമത്തത് ലാക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആസ്തികൾ എന്ന് പറയല്ലേ. എന്താ ഈ ആസ്തികൾ എന്ന് പറഞ്ഞാൽ,
സ്വത്തുക്കൾ, അതുള്ളൂ. ഇവർക്ക് സ്വന്തമായിട്ട് സ്വത്തുക്കൾ ഉണ്ടാവില്ല. സ്വത്തുക്കളുടെ എന്ത് ചെയ്യാം, അവർക്ക് ഈ പറഞ്ഞ സ്വത്തുക്കൾ വിറ്റിട്ടെങ്കിലും അവരുടെ എന്ത് ചെയ്യാം, ദാരിദ്ര്യം മറികടക്കുന്നു. അപ്പോൾ സ്വത്തുക്കളൊന്നും ഇവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാവില്ല. ഇനി അഞ്ചാമതായിട്ട് ഇൻഡെറ്റ്നെസ് എന്ന് പറയും. ഇൻഡെറ്റ്നെസ്, ഡെപ്റ്റ് എന്ന് വായിക്കൂല, അത് ഡെറ്റ് എന്നാണ് വായിക്കുക. ഇൻഡെറ്റ്നെസ് എന്ന് വായിക്കാം. അത് വായിക്കാനൊന്നും പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. കടബാധ്യത എന്നാണ് പറയുക. കടബാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കാം, വരുമാനം, സ്വന്തമായിട്ട് വരുമാനമല്ല, ജോലി ഇല്ല, ജീവിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല, അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും, നമ്മൾ കടം വാങ്ങും. എന്തിനാണ്? ഭക്ഷണം വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കടം വാങ്ങും, അല്ലേ? അപ്പോൾ ഈ കടം വാങ്ങി എന്ത് ചെയ്യും, കടം പെരുകും. അങ്ങനെയാണ് കടബാധ്യത വർദ്ധിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനീക്വാളിറ്റീസ്. സാമ്പത്തികവും സാമൂഹികമായ അസമത്വങ്ങൾ ഉണ്ടാവും. എന്താ ഈ സാമൂഹിക അസമത്വങ്ങൾ? സാമൂഹിക അസമത്വങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ നമ്മുടെ വീടിൻ്റെ ചുറ്റോ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ പണമുള്ള ഒരാൾ വരുമ്പോൾ ഭയങ്കര ബഹുമാനം കാര്യമൊക്കെ എല്ലാവരും കൊടുക്കും, അല്ലേ? എന്നാൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം പിന്നോക്കം നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ വലിയ ബഹുമാനം കാര്യങ്ങളൊന്നും കൊടുത്തുകൊള്ളണമെന്നില്ല. അതെന്താ? അതൊരു സോഷ്യൽ ഇനീക്വാളിറ്റി. ഇനി രണ്ടാമത്തെ സാമ്പത്തികമായിട്ടുള്ള ഇനീക്വാളിറ്റി എന്താ പറയുന്നത്? റിച്ച് ആൻഡ് പുവർ ഗ്യാപ്പ്. അതായത് സമൂഹത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഭയങ്കര പൈസ ഉള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരും പുവർ ആയിട്ടുള്ള ആൾക്കാരും തമ്മിൽ അന്തരം വളരെയധികം കൂടുതൽ. പൈസ ഉള്ളവൻ്റെ കയ്യിൽ എന്നും പൈസ ഉണ്ടാവും, ഇല്ലാത്തവൻ്റെ കയ്യിലൊന്നും ദാരിദ്ര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ദാരിദ്ര്യത്തെ മറികടക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം മക്കളെ? ആദ്യമായിട്ട് നിങ്ങൾക്ക് അതിനൊരു സ്കില്ല് വേണം. എന്താണ് സ്കില്ല്? ദാരിദ്ര്യം മറികടക്കാനുള്ള നിങ്ങളുടെ സ്കില്ല് എന്ന് പറഞ്ഞാൽ അത് എഡ്യൂക്കേഷൻ വഴി, ബേസിക് എഡ്യൂക്കേഷൻ. ഞാൻ പറയുന്നു, +1ഉം +2ഉം പഠിച്ച് നിങ്ങൾ +2 പൂർത്തിയാക്കേ, നല്ല മാർക്കിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങൾ ആശ്രയിക്കുന്ന ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് അതുവഴി മാറാൻ പോകുന്നത്. അപ്പോൾ വെറുതെ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി കൊടുത്തല്ല, നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അതിൻ്റെ ഏറ്റവും അടിത്തട്ട് മുതൽ ഏറ്റവും ഉയർന്ന ലെവലിൽ വരെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ എപ്പോഴും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, SCERT മാത്രമേ ഈ ചാപ്റ്റർ ഉള്ളൂ. NCERT നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പോട്ടെ, നമുക്കത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതികൾ നമുക്ക് നോക്കാം. പദ്ധതികൾ മെയിനായിട്ട് പറയുന്നത് 4 തരത്തിലുള്ളത്. ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഈ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ പദ്ധതികളാണ്. ഓക്കെ, സ്വയം തൊഴിൽ പദ്ധതികളാണുള്ളത്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ കൊടുത്തിട്ടുള്ളത് പഴയ കുറേ മുൻപുണ്ടായിരുന്ന പദ്ധതികളെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റീസെൻറ്റ് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. റീസെൻറ്റ് പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അതാണ് പഠിച്ചത്, നിങ്ങൾക്ക് അത് എഴുതാം, ഇത് പഠിച്ചാലും എഴുതാം, മാർക്ക് എന്തായാലും കിട്ടും. ഒരു പേടി മേടിക്കണം, മാർക്ക് കിട്ടും കേട്ടോ. 2 പ്രോഗ്രാംസ് ചെയ്താൽ മാർക്ക് കിട്ടും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റ് NCERT ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ SCERT ഉണ്ടായിരുന്ന കണ്ടന്റ് ആണ് ഇവിടെ ചേർത്തുള്ളത്. അഥവാ ഈ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് അത് കൊണ്ട് നടക്കാനുള്ള പ്രാവീണ്യമുള്ള ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാം. എന്താണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അവിടെ നമ്മൾ തന്നെ എംപ്ലോയി, അവിടെ നമ്മൾ തന്നെ ഓണർ, നമ്മൾ തന്നെ ഓൾ ഇൻ ഓൾ, എല്ലാ കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂലിക്ക് തൊഴിലാളികളെ നോക്കട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ തന്നെയായിരിക്കും എല്ലാ കാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാംസിന്റെ പേരാണ് REGP അഥവാ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, അഥവാ ഗ്രാമീണ മേഖലയെ കൊണ്ടുവന്നാണിത്. അടുത്ത് നോക്കുക, പ്രധാനമന്ത്രി റോസ്ഗർ യോജന. ഈ റോസ്ഗർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. തൊഴിൽ പദ്ധതി. ഇതിൽ സ്വരോസ്ഗർ എന്നാണെങ്കിൽ നോക്കി, ഇവിടെ ഒരു സ്വരോസ്ഗർ എന്ന് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ സ്വരോസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തൊഴിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. റോസ്ഗർ എന്ന് പറഞ്ഞാൽ തൊഴിലും, സ്വരോസ്ഗർ എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ കേട്ടോ. അപ്പോൾ സ്വയം തൊഴിൽ പദ്ധതി ഉണ്ട്, അല്ലാത്ത പദ്ധതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവന്നാണ് REGP എന്ന് പറയുന്നത്. PMRY എന്ന് പറയുന്ന പ്രധാനമന്ത്രി റോസ്ഗർ യോജന ആൻഡ് SJSRY എന്ന് പറഞ്ഞാൽ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ. ഈ ഷഹരി എന്ന് പറയുമ്പോൾ എന്താണ്? അത് നഗരം എന്നാണ് കേട്ടോ, നഗരത്തിലാണ്. ഷഹരി എന്ന് പറയുമ്പോൾ നഗരത്തിലാണ്. അപ്പോൾ നഗരത്തിലെ ആളുകൾക്കുള്ള തൊഴിൽ പദ്ധതിയാണ് ഈ പറഞ്ഞ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജന. ആൻഡ് സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന എന്ന് പറയുന്നത്, ഗ്രാമം എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ കിട്ടും, ഇത് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നഗരമായിക്കോട്ടെ ഗ്രാമത്തിലായിക്കോട്ടെ സ്വയം തൊഴിൽ പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇവിടെ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഓക്കെ, ഗ്രാമത്തിലെ ആളുകൾക്ക് ജീവിതോപാധിയായിട്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ കൊടുക്കുന്ന പദ്ധതി. ഇതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. എന്താണ് സംഗതി? നമ്മളതിനെ കൂലിത്തൊഴിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ കൂലിത്തൊഴിൽ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഉദാഹരണത്തിന് കൂലിപ്പണിക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, രാവിലെ തൊട്ട് നിങ്ങൾ അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കൂലിയും കിട്ടും. ഇതാണ് കൂലിത്തൊഴിൽ എന്ന് പറയുന്നത്. അല്ല സ്വന്തമായിട്ട് നമ്മളതിൻ്റെ റിസ്ക് ആയിട്ട് എടുക്കണ്ട, അതിൻ്റെ നമ്മളെന്തിനെ ക്ലയൻറ്റിനെ കണ്ടുപിടിക്കണ്ട, ഓരോ കാര്യം നമ്മൾ നോക്കണ്ട, അവിടെ ചെല്ലുക, പണി ഉണ്ടാവും, പണിയെടുക്കുക, പോരും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇതര സംസ്ഥാന തൊഴിലാളി എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന, ഇപ്പോൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ, അവരെന്ത് ചെയ്യുക? അവർ രാവിലെ 9 മണിയാകുമ്പോൾ സൈറ്റിലേക്ക് എത്തും, എന്നിട്ട് അവിടെ പണി ഉണ്ടാവും, അത് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെയും വൈകുന്നേരം അവർക്ക് ഒരു കൂലിയും കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ജോലി അഥവാ കൂലിത്തൊഴിൽ എന്നാണ് പറയാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് മെയിനായിട്ട് നിൽക്കുള്ളൂ. ഗ്രാമത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് REGP പ്രോഗ്രാം തന്നെ.
നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാമിന്റെ പേര് മാറ്റി എന്താണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അല്ലെങ്കിൽ MGNREGP. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. തൊഴിലുറപ്പ് പദ്ധതി കേട്ടിട്ടുണ്ടാവും അല്ലേ? തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ സ്റ്റാൻഡേർഡ് പേരാണ് അല്ലെങ്കിൽ ഫ്രീക്ക് പേരാണ് എന്ത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഗ്രാമത്തിലെ ആളുകൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ അഥവാ സ്വയം തൊഴിലല്ല കൂലിത്തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മഹാത്മാഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 2005 കൊണ്ടുവന്ന ഈ പദ്ധതി ഓൺ ആവുന്നത് 2006 കേട്ടോ. അതൊന്നും മറക്കരുത്. 2006 പദ്ധതി പ്രാവർത്തികമാകുന്നത് കൊണ്ടുവന്നത് 2005. ഇനി അടുത്ത പ്രോഗ്രാമാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം അഥവാ NFWP എന്ന് പറയും. ഈ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നല്ല പറയുന്നത്. അഥവാ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം വേണം, അതിനുള്ള ഒരു കൂലിത്തൊഴിൽ കൊടുക്കാന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്ത സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ SGRY എന്ന് പറഞ്ഞിട്ട് 3-4 പ്രോഗ്രാംസ് ആയി. ഇനി ഇതിന് പുറമെ 4ാമത്തെ പ്രോഗ്രാമോ 3ാമത്തെ പ്രോഗ്രാമോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ് ജസ്റ്റ് പറയുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ പെൻഷനുകൾ, വിവിധ തരം പെൻഷനുകൾ കൊടുക്കാറുണ്ടല്ലേ? വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ എന്താണ് അനാഥരായ അല്ലെങ്കിൽ നാഥരില്ലാത്ത മക്കൾക്ക് എന്ത് ചെയ്യുന്നു സ്കോളർഷിപ്പുകളും കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ പെൻഷൻ്റെ പുറമെ സ്കോളർഷിപ്പുകൾ, നമ്മൾ സ്റ്റുഡൻസിന് പഠനത്തിനൊക്കെ വേണ്ടി തരുന്ന സ്കോളർഷിപ്പുകൾ ഇതിൻ്റെ ഭാഗമാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമാണ്. ഇനി ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ പറയുന്നത് മെയിനായിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇങ്ങനെ പറഞ്ഞാൽ അധികം പേർക്കും അറിയണമെന്നില്ല. ഓക്കെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എന്തോ നമ്മുടെ റേഷൻ കട സംവിധാനമാണ് ഉദ്ദേശിച്ചത്. അതേപോലെ മറ്റൊന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പറഞ്ഞ TPDS. ഓക്കെ, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ അന്ത്യോദയ അന്യോജന പദ്ധതി AY പദ്ധതി ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞ അന്ത്യോദയ അന്യോജന പദ്ധതി തന്നെ നമ്മൾ പറയാറുണ്ട് PMGKAY, പ്രധാനമന്ത്രി ഗ്രാമീൺ കല്യാൺ ആവാസ് യോജന എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ കല്യാൺ യോജനയൊക്കെ ഉണ്ട്. ഈ കല്യാൺ യോജന എന്ന് പറഞ്ഞ സംഗതി എന്തോ പ്രധാനമന്ത്രി ഗ്രാമീൺ ഈ കല്യാൺ യോജന എന്ന് പറഞ്ഞാൽ അതായത് കോവിഡിന്റെ സമയത്തൊക്കെ എല്ലാ വീട്ടുകൾക്കും സൗജന്യമായിട്ട് അരി കിട്ടിയിരുന്നു പ്രധാനമന്ത്രിയുടെ പേരിൽ. അത് ഈ പദ്ധതിയുടെ കീഴിലാണ്. അപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ജസ്റ്റ് ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞു, ഒന്ന് നോക്കി വെക്കുക. ഇതാണ് പരീക്ഷയ്ക്ക് പോളിസികൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം. അപ്പോൾ ഇത് മുഴുവൻ എഴുതുന്ന വെച്ചാൽ വേണ്ട, ഓരോ പ്രോഗ്രാംസ് എല്ലാത്തിനും ഒരു 3 വെച്ച് പഠിക്കുക അല്ലെങ്കിൽ 2 വെച്ച് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി എഴുതി വെക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു 5 അല്ലെങ്കിൽ 8 മാർക്കിനാണ് ചോദ്യങ്ങൾ വരിക. നിർബന്ധമായിട്ട് പഠിക്കുക. ഇനി ഇതിൻ്റെ അപ്രോച്ചസ് ഞാൻ പറഞ്ഞു 3 തരം അപ്രോച്ചസ് ഉണ്ട്. ആ 3 തരം അപ്രോച്ചസിനെ കുറിച്ച് എന്ത് ചെയ്തത് നമ്മൾ മുൻപ് ഈ പറഞ്ഞ ലൈവ് ക്ലാസ് പറഞ്ഞത്. അപ്പോൾ ലൈവ് മറക്കണ്ട, കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ലൈവ് ആയിരുന്നു. ഏതായിരുന്നു നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച വരുന്ന ലൈവ് അല്ലേ, രാവിലെ 9:30 നടന്ന ലൈവാണ്. ആ ലൈവ് ഒരു 3.5 മണിക്കൂറോളം വരുന്ന ലൈവ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിലായിട്ട് ഈ കാര്യം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് അടുത്ത കണ്ടന്റ് ആയിട്ട് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് ക്ലാസ് ആണ് അടുത്തായിട്ട് വേണ്ടത് വെച്ചാൽ നിങ്ങൾ തൊട്ടതായ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് തൊട്ടതായ കമന്റ് ചെയ്യാം. അതായത് എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യം. കുറേ പേര് ഞാൻ കണ്ടു സാർ സോഷ്യോളജിൻ്റെ നോട്ട് അയച്ചു തരുമെന്ന്. ഞാൻ ആലോചിച്ച് പോയി, അതായത് സോഷ്യോളജി ലൈവ് എടുക്കണം ഞാനല്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തൊട്ടതായി കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വന്തമായിട്ട് അവിടെ എഴുതി അറിയിക്കുക. കാരണം എന്താണ്, അതാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ മക്കളുടെ പുതിയ വിലയേറിയ വിവരങ്ങളും വിശദീകരണവും അതേപോലെ വിശകലനങ്ങളും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും പുതിയ മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽ സബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.